Welcome back. Next item, goodwill, other intangible assets and intangible assets under development. ഇത് മൂന്ന് സെപ്പറേറ്റ് ഐറ്റംസ് ആണ്. ഈ മൂന്നിൻ്റെയും പ്രത്യേകത ദീസ് ആർ ഇൻടാഞ്ചിബിൾ ഐറ്റംസ്. ഇൻടാഞ്ചിബിൾ ഐറ്റംസ് എന്ന് പറയുന്നത് നോൺ ഫിസിക്കൽ ഐറ്റംസ് ആണ്. നമുക്ക് ടച്ച് ചെയ്യാനും സീൻ ചെയ്യാനും പറ്റാത്ത ഐറ്റംസ് ആണ്. ഇതിന് ഗുഡ്വിൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നത് അത് ഒരു കമ്പനിയുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആണ്. അതായത് പ്രീമിയം ആസ്പെക്ട്സ് ഓഫ് ദ ബിസിനസ് ആണ് ഗുഡ്വിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത് കമ്പനിയുടെ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, അതർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എക്സെട്ര. ദെൻ ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം ബയോളജിക്കൽ ആസ്പെക്ട്സ് അതർ ദാൻ ബെയറർ പ്ലാന്റ്സ്. ബയോളജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ചില കമ്പനികളുടെ നാച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ചിട്ട് ആ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലിവിങ് ആനിമലോ അല്ലെങ്കിൽ പ്ലാന്റിനെയോ ആണ് ബയോളജിക്കൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 41 ബയോളജിക്കൽ അസറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ആസ് എ ലിവിങ് ആനിമൽ ഓർ പ്ലാന്റ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷീപ്പ് അല്ലെങ്കിൽ ട്രീസ് ഇൻ എ ടിമ്പർ ബിസിനസ് അല്ലെങ്കിൽ ഡയറി കാറ്റിൽ അല്ലെങ്കിൽ ടീ ബുഷസ്, ഇതൊക്കെ എന്താണ് ആ കമ്പനിയുടെ ബയോളജിക്കൽ അസറ്റ്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ആ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ എവിടെയൊക്കെയുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് അവൈലബിൾ ആകുന്ന അസറ്റ്സുകളാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റ്സിൽ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പെടുന്നുണ്ട്, നോൺ കറൻറ്റ് ട്രേഡ് റിസീവബിൾസ് വരുന്നുണ്ട്, നോൺ കറൻറ്റ് ലോൺസുകൾ വരുന്നുണ്ട്. സോ എവിടെയെങ്കിലും ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സിലോ പ്രിഫറൻസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോണ്ടിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അടുത്തത് ഡെഫേർഡ് ടാക്സ് അസറ്റ്സ്. ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടാക്സ് ബെനിഫിറ്റ് ആണ്. അതായത് ദീസ് ആർ റെക്കഗ്നൈസ്ഡ് ഡ്യൂ ടു ടൈമിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ടാക്സബിൾ ഇൻകം ആൻഡ് റിപ്പോർട്ടഡ് ഇൻകം. അതായത് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുള്ളത് ഹയർ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിവേഴ്സ് ചെയ്യും. അതായത് വിച്ച് വിൽ ഗെറ്റ് റിവേഴ്സ്ഡ് ആൻഡ് റിസൾട്ട് ഇൻ ലോവറിംഗ് ഓഫ് ടാക്സ് ലയബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ അക്കൗണ്ടിങ് പീരീഡ്. അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് അതിൽ നിന്നും റിട്ടേൺ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് അത് ഓവർ എക്സസ് പേയ്മെൻറ്റ് ആയതുകൊണ്ട് അതിൽ നിന്ന് ഫ്യൂച്ചറിൽ നമുക്ക് റിട്ടേൺ കിട്ടുക അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ലയബിലിറ്റി അത്രയും കുറയാനുള്ള ഒരു റീസണാണ്. സോ അങ്ങനെയുള്ള ഐറ്റത്തിനെയാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അതർ നോൺ കറൻറ്റ് അസറ്റ്സ് ലൈക്ക് മിസലേനിയസ് ലോങ് ടേം റിസോഴ്സസ്, ഏതെങ്കിലും ക്യാപിറ്റൽ അഡ്വാൻസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അഡ്വാൻസസ് നമ്മൾക്ക് ലോണുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ കറൻറ്റ് അസറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? അതിൽ ഇൻവെൻറ്ററീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറൻറ്റ് അസറ്റാണ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ ഓർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ, അതിനാണ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ്, അതിൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ അസറ്റ്സ്. ഇവിടെ വരുന്ന ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഷോർട്ട് പീരീഡിലേക്കുള്ള ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്, അതെല്ലാമാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. ദ നെക്സ്റ്റ് വൺ കറൻറ്റ് ടാക്സ് അസറ്റ്സ്. കറൻറ്റ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നത് കമ്പനീസ് ആർ റിക്വയർഡ് ടു പേ അഡ്വാൻസ് ടാക്സ് ഓൺ ദ എസ്റ്റിമേറ്റഡ് ടാക്സബിൾ ഇൻകം ഫോർ ദ ഇയർ. ഒരു ഇയറിലേക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ടാക്സബിൾ ഇൻകത്തിന് ചിലപ്പോൾ നമ്മൾ അഡ്വാൻസ് ടാക്സ് കൊടുക്കും. അപ്പോൾ ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഓൾറെഡി പെയ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ കറൻറ്റ് ഇയർ ആൻഡ് prior periods exceeds the amount of tax due for those periods. ആ പീരീഡിലേക്ക് ഡ്യൂ ആകുന്ന ടാക്സിനേക്കാളും കൂടുതലാകും. സോ എക്സസ് ടാക്സ് സോ പെയ്ഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എൻ അസറ്റ്. ആ എക്സസ് ടാക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ തന്നെ അതിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് കറൻറ്റ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസിനെയാണ് കറൻറ്റ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അതർ കറൻറ്റ് അസറ്റ്സ്, അതിൽ മിസലേനിയസ് മറ്റുള്ള ഷോർട്ട് ടേം റിസോഴ്സസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതായത് ഏതെങ്കിലും നമുക്ക് ക്ലെയിംസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻഷുറൻസ് ക്ലെയിംസ് കിട്ടുക അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ആ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഇക്വിറ്റീനെ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മളുടെ ഈ ഒരു ഫോർമാറ്റിൽ കാണിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് അതർ ഇക്വിറ്റീസ്.
സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓതറൈസ്ഡ് വാല്യൂ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത് എത്രയാണ്, ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിട്ടുള്ള ഷെയർസ് അതിൽ കോൾസ് ഇൻ അരിയേഴ്സ് എല്ലാം കുറച്ച് ബാക്കിയുള്ള എത്രയാണോ വരുന്നത് അതിനാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അതർ ഇക്വിറ്റി എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റീവാലുവേഷൻ സർപ്ലസ് ഇതെല്ലാമാണ് അതർ ഇക്വിറ്റി റിസോഴ്സസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ദെൻ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് വാട്ട് എ കമ്പനി ഓസ്, ഒരു കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് ലയബിൾ ആകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോൺ കറണ്ട് ലയബിലിറ്റി, രണ്ട് തരത്തിലാണുള്ളത്, നോൺ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റീസും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പീരീഡിൻ്റെയാണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ലോങ് പീരീഡിലേക്കുള്ളതാണ്, മോർ ദാൻ 1 ഇയർ പീരീഡിലേക്ക് നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ലയബിലിറ്റീസ്, അതായത് ലോങ് ടേം ഒബ്ലിഗേഷൻസ് ലൈക്ക് ബോറോയിങ്സ്, പ്രൊവിഷൻസ് ആൻഡ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതെല്ലാം നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതേസമയം കറണ്ട് ലയബിലിറ്റീസ് ഷോർട്ട് പീരീഡിലേക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുത്ത് തീർക്കാനുള്ള ബാധ്യതകളെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് സച്ച് ആസ് ട്രേഡ് പേയബിൾസ് ആൻഡ് ബോറോയിങ്സ് എക്സെട്ര. അതിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് കാറ്റഗറിയിൽ പെടുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. സോ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അതിൽ ലോങ് ടേം ബോറോയിങ്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്, ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്, പിന്നെ അല്ലെങ്കിൽ ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളുടെ അടുത്ത് നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോറോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ലോങ് ടേം ബോറോയിങ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടും. ദെൻ വരുന്നത് പ്രൊവിഷൻസ് മീൻസ് ദ എമൗണ്ട് സെറ്റ് അസൈഡ് ഫോർ ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ്. നമ്മളിപ്പോൾ ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ട് പ്രൊവിഷൻസ് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവിഷൻ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊവിഷൻസ് നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന സെറ്റ് അസൈഡ് ചെയ്ത് വയ്ക്കുന്ന ഐറ്റംസിനെയാണ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്നതാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്. ദെൻ അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്, മറ്റുള്ള എന്തെങ്കിലും ഡെറ്റുകൾ, ലോങ് പീരീഡിലേക്കുള്ള ഡെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ വരുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഏതൊക്കെയാണ്, അതായത് ഷോർട്ട് പീരീഡിലേക്കുള്ള ബോറോയിങ്സ് ഡ്യൂ വിത്തിൻ 1 ഇയർ, 1 ഇയറിൻ്റെ ഉള്ളിലുള്ള കറണ്ട് ലയബിലിറ്റീസ് ആണ്. ദെൻ ട്രേഡ് പേയബിൾസ്, ബിൽസ് പേയബിൾസ് ഒക്കെ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് ഇനി കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത്. അതർ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, അതർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് തന്നെ അക്കൗണ്ട് ചെയ്യുന്നു. സോ ദീസ് ആർ അബൌട്ട് ദ ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ.